നടി മിയ ജോർജ് പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സഹോദരി ജിനി. 7-ാം മാസത്തിലാണ് മിയ കുഞ്ഞിന് ജന്മം നൽകിയത്. 2021 കോവിഡ് കാലത്തായിരുന്നു നടി മിയയ്ക്കും ഭർത്താവ് അശ്വിനും ആൺകുഞ്ഞ് പിറന്നത്. ലൂക്ക എന്നാണ് മിയയുടെ കുഞ്ഞിൻ്റെ പേര്. മിയ പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയ ആദ്യ ദിനം എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഗർഭിണിയായ സമയത്ത് താൻ നേരിടേണ്ടി വന്ന അവസ്ഥകളെക്കുറിച്ച് മിയ തുറന്നു പറഞ്ഞിരുന്നു. ഗർഭിണിയായ സമയത്ത് ഇടയ്ക്ക് ബ്ലീഡിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 7-ാം മാസത്തിൽ പ്രസവത്തിനായി വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് അശ്വിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ പോയി തിരിച്ചു വന്ന സമയത്തൊരു വയറുവേദന വന്നിരുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും വേദന മാറാതെ വന്നതോടെയാണ് മമ്മിയോട് കാര്യം പറഞ്ഞത്. 7-ാം മാസത്തിൽ പ്രസവ വേദനയൊന്നും ആരും പ്രതീക്ഷിക്കില്ലല്ലോ. ആശുപത്രിയിലേക്ക് വരാനായി ഡോക്ടർ നിർദ്ദേശിച്ചതോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുഞ്ഞ് പുറത്തേക്ക് വരാറായെന്നും ഉടൻ തന്നെ പ്രസവം നടക്കുമെന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പ്രസവശേഷം കുഞ്ഞിനെ NICUവിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. ആംബുലൻസിലാണ് NICU സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോയത്. അവിടെ എത്തി 15 മിനിറ്റിനുള്ളിൽ തന്നെ പ്രസവം നടക്കുകയായിരുന്നു. ജൂലൈയിലാണ് ഡേറ്റ് പറഞ്ഞിരുന്നതെങ്കിലും മെയ് 4-നാണ് ലൂക്ക ജനിച്ചത്. ജനിച്ച സമയത്ത് 1.5 കിലോയായിരുന്നു ലൂക്കയുടെ ശരീരഭാരം. മുലപ്പാൽ പിഴിഞ്ഞെടുത്ത് ട്യൂബിലാക്കി കൊടുക്കുകയായിരുന്നു. 25 ദിവസം കൊണ്ട് അവൻ 2 കിലോയായി എന്നായിരുന്നു മിയ പറഞ്ഞത്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള നടിമാരിൽ ഒരാൾ കൂടിയാണ് മിയ ജോർജ്. 2 ദിവസം മുമ്പാണ് മിയ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി വീട്ടിലേക്ക് പോവുകയാണെന്ന തലക്കെട്ടോടുകൂടി സഹോദരി വീഡിയോ പങ്കുവച്ചത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ മിയ രണ്ടാമതും പ്രസവിച്ചോ എന്ന സംശയമാണ് ആരാധകർക്ക് തോന്നിയത്. പിന്നീടാണ് ആദ്യ മകൻ്റെ ജനനത്തെക്കുറിച്ചും ആ സമയത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമാണ് പങ്കുവച്ചിരിക്കുന്നതെന്ന് വീഡിയോയിൽ പറയുന്നത്. ഗർഭിണിയായതു മുതലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ വന്നത് തന്നിൽ ആശങ്കയുണ്ടാക്കിയെന്നും ആ സമയത്ത് വളരെയേറെ അനുഭവിച്ചുവെന്നും മിയ പറഞ്ഞു. കുഞ്ഞിൻ്റെ ആരോഗ്യം സ്റ്റേബിളാകുന്നതുവരെ താനും അശ്വിനും വീട്ടുകാരുമൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നു എന്നും മിയ പറയുന്നുണ്ടായിരുന്നു.